ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്ന വിഷയം കണ്ണൂരിലെ രാഷ്ട്രീയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂരിൽ മത്സരിക്കുമെന്നുറപ്പിച്ച കെ സുധാകരനും എംപിമാർ മത്സരിക്കേണ്ട നിലപാടിൽ ഹൈക്കമാൻഡും ഉറച്ചു നിൽക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ച് കണ്ണൂരിൽ തുടരുന്ന സുധാകരന്റെ നയം വ്യക്തമാണ്. ഒരു അനുനയത്തിനും നിലവിൽ താൻ തയ്യാറല്ല എന്ന്. കോൺഗ്രസിന് എന്തായാലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേ കഴിയൂ. കണ്ണൂരിൽ അത് സുധാകരൻ അല്ലെങ്കിൽ പാർട്ടിക്കും സുധാകരനും മുന്നിലെന്ത് എന്നത് കൗതുകമാണ്. സ്വതന്ത്ര മേൽവിലാസത്തിലായാലും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നതും നിലവിൽ നേരിയ സാധ്യത മാത്രമാണ്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് എന്തായാലും കാര്യങ്ങൾ എളുപ്പമാവില്ല. മാത്രമല്ല, പേരാവൂരും അഴീക്കോടും ഒക്കെ സുധാകരൻ വിവാദം തിരിച്ചടിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേവലം ഒരു രാഷ്ട്രീയ ബന്ധം മാത്രമല്ല കണ്ണൂരും സുധാകരനും തമ്മിലുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ വിഷയമാണ് ഇനി പരിശോധിക്കേണ്ടത്. നമ്മുടെ നിഖിൽ തത്സമയം ചേരുന്നുണ്ട് വിശകലനങ്ങളുമായിട്ട്. നിഖിലെ, കണ്ണൂരിൽ മത്സരിച്ചേ മതിയാവുകയുള്ളൂ എന്ന് തുടക്കം മുതലേ പറയുന്നുണ്ട് സുധാകരൻ. അതിനുശേഷം പാർട്ടിയിൽ നിന്നടക്കം വിലക്ക് വന്നു. സ്ഥാനാർത്ഥികൾ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഒരു കീഴ്വഴക്കം പാർട്ടിയിലില്ല എന്ന്. പക്ഷേ അതിലും മെരുക്കാൻ തയ്യാറല്ല സുധാകരൻ. അതിനുശേഷം ഡൽഹി ചർച്ചകളിൽ നിന്നും പിണങ്ങിപ്പിരിഞ്ഞ് ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ണൂരിലാണ്. അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിച്ചുവെന്നും ഹൈക്കമാൻഡ് അനുനയത്തിന് ശ്രമിക്കുന്നുവെന്നും തിങ്കളാഴ്ച ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയെന്നും ഒക്കെ വാർത്തകൾ വന്നു. പിന്നീട് അത് പ്രതിപക്ഷ നേതാവ് തന്നെ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ക്ലിയർ ആണ്. എംപിമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് വ്യക്തമാണ് എന്നുള്ളത്. ഇനി കെ സുധാകരന്റെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം നിഖിലെ. കാരണം തന്റെ ഹൃദയരക്തം വീണ മണ്ണാണ് കണ്ണൂരിലേത്. തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ ഫലം മറ്റൊന്നാകുമെന്നുറപ്പിച്ചു പറയുന്നു സുധാകരൻ. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും കെ സുധാകരൻ ആ ഹൃദയരക്തം വീണ മണ്ണ് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന കാര്യത്തിൽ എന്നുള്ളതാണ് ഇതുവരെയുള്ള നിലപാട്. സുധാകരൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഒരു അനുനയത്തിനും ഇല്ലാത്താൻ എന്നത് തന്നെയാണ് സുധാകരൻ്റെ നിലപാട്. ഇന്നും അതേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിലേക്കുള്ള യാത്ര ഉൾപ്പെടെ അദ്ദേഹം റദ്ദ് ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ സുധാകരൻ ഇങ്ങനെ ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. അവിടെ ഹൈക്കമാൻഡ് ആണെങ്കിൽ അങ്ങനെ സുധാകരന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ദേശീയ നേതൃത്വം അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കാൻ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ വിവിധ പ്രതിസന്ധികളിലേക്കാണ് കെ സുധാകരനും കോൺഗ്രസും ഈ കണ്ണൂരിൽ വരാനിരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികളും എല്ലാം പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമായി നമ്മൾ കാണേണ്ടത്. അത് ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ആദ്യം സുധാകരൻ്റെ കാര്യം തന്നെ പറയാം. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ ഡൽഹിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് 3 തവണ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ് ഡൽഹിയിലേക്ക് കെ സുധാകരൻ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ കെ സുധാകരനോട് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ചുരുങ്ങിയത് 30 തവണയെങ്കിലും അദ്ദേഹം മത്സരിക്കുമെന്ന് പറയും. അതാണ് നിലപാട്. അങ്ങനെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേ സമയത്താണ് ഹൈക്കമാൻഡ് പറയുന്നത് അങ്ങനെ കെ സുധാകരന് വഴങ്ങാൻ തയ്യാറല്ല, MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ലാത്തൊരു സാഹചര്യം വരും. അങ്ങനെ സീറ്റില്ല എന്ന് ഉറപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കെ സുധാകരൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.